ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യയും സാറയും തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ജ്യോതിയുടെ വിഷയമാണ്. ജ്യോതിക്ക് പറ്റിയ ആ ഒരു പ്രശ്നത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വിഷ്ണുവിലാണ് അവർക്ക് സംശയം. ആ ഒരു സംശയത്തിൻ്റെ കാര്യവും പറയുന്നു. എന്തായാലും ആ ഒരു ആക്രമത്തിൽ അവൾ അവൻ്റെ കയ്യിൽ കടിച്ചിരുന്നു. അതിൻ്റെ പാട് വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടെന്നും പറയുന്നു. സാറ, നമുക്ക് ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ കാണണം. അവനോട് സീരിയസ് ആയിട്ട് സംസാരിക്കണം. എൻ്റെ പ്രശ്നമൊന്നും നോക്കണ്ട, ജ്യോതിയുടെ ലൈഫിൻ്റെ പ്രശ്നമാണ്. സാറ് വന്നേ എന്നൊക്കെ നിത്യ. എന്നാലും നമുക്ക് പോകാം, ഒഴിഞ്ഞു മാറാൻ അവൻ ശ്രമിക്കും, പക്ഷേ അവനെ വിടരുതെന്ന് സാറ പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വിഷ്ണുവിനെ കാണാനായിട്ടാണ് പോകുന്നത്. എന്നാൽ ഇതേ സമയം ശിവാനന്ദനും സുധിയും ശ്രുതിയും ഒക്കെ സുജാതയും രഘുവിനെയും കാണുന്നുണ്ട്. എന്താണ് പുറത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞത്? രഘു സാർ, ഞങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് മുഴുവനും പറയാൻ നിങ്ങൾ അനുവദിച്ചേ പറ്റൂ എന്നൊക്കെ ശിവാനന്ദൻ. എനിക്ക് മനസ്സിലായില്ല എന്ന് രഘു പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു, ഏട്ടൻ്റെ മരണത്തിൽ നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമുണ്ട്. എൻ്റെ ഏട്ടൻ തനിയെ മരിച്ചതല്ല ഏട്ടനെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശിവാനന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ്. ശിവാനന്ദൻ എന്തായി പറയുന്നത് എന്ന് സുജാത ചോദിക്കുന്നു. സദാനന്ദേട്ടനോട് ആർക്കാണ് അങ്ങനെ ഒരു വിരോധമെന്നും സുജാത ചോദിക്കുന്നു. നിത്യേച്ചിയോട് ആർക്കാണ് വിരോധം? അയാൾക്ക് തന്നെയാണ് വല്യച്ഛനോടും വിരോധമെന്ന് സുധി പറയുന്നു. വല്യച്ഛനെ ജീവേട്ടൻ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെയാണ് വല്യച്ഛൻ മരിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രഘുവേട്ട, ഇവര് എന്തൊക്കെയാ പറയുന്നത് എന്ന് സുജാത രഘുവിനോട് ചോദിച്ചു. ശിവാനന്ദ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നതല്ലേ, നിത്യ ഉണ്ടായിരുന്നതല്ലേ, എന്നിട്ടും രഘുവേട്ട ഇത് എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് സുജാത, താനൊന്നും മിണ്ടാതിരിക്കെ. ശിവാനന്ദ, ജീവന്റെ പ്രവൃത്തികൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിത്യമോളെ. അവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് ഡോക്ടറെ കണ്ട് പരിഹരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഒരാളെ കൊല്ലാനുള്ള മാനസിക പ്രശ്നമൊന്നും അവനില്ല എന്ന് രഘു പറയുമ്പോൾ സുധി ആ ഒരു തെളിവെടുക്കുന്നുണ്ട്. ഇത് വല്യച്ഛൻ്റെ മുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇങ്ങനെ ഒരു സാധനം ആ വീട്ടിലുണ്ടായിരുന്നോ എന്ന് സുധി പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നുണ്ട്, പ്രായമായവരുടെയും കുട്ടികളുടെയും മുറിയിൽ ഇങ്ങനെയൊരു സാധനം ആരും വെക്കാറില്ലല്ലോ. സുജാത, ഏട്ടൻ്റെ മുറിയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ന് ശിവാനന്ദൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് നിത്യമോൾ ഇത് കാണാതിരുന്നതെന്നും ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് സുജാത. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി. ഏട്ടൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് അന്വേഷിക്കണമായിരുന്നു, പോലീസിൽ പരാതിപ്പെടണമായിരുന്നു എന്നൊക്കെ ശിവാനന്ദൻ പറയുന്നു. എൻ്റെ ഏട്ടൻ്റെ മൃതദേഹം ചാരമായി തീർന്നു. അത് ഇനി എന്ത് വന്നാലും തെളിവെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ശിവാനന്ദൻ പറയുമ്പോൾ സുധി പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കും. വല്യച്ഛൻ്റെ മരണത്തിന് ജീവേടിന് പങ്കുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റൂ. ശ്രുതി പറയുന്നു, അല്ലാതെ വല്യച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇത് കേട്ട് സുജാത പറയുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ തള്ളിപ്പറയുന്നതല്ല. സദാനന്ദേട്ടനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിത്യമോളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒരവസരം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് താ. അവനെ ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് സുജാത. സുജാതയുടെ ഈ കണ്ണുനീരുണ്ടല്ലോ, അതാണ് ഞങ്ങളെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത്. പിന്നെ ഞങ്ങളുടെ മോൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. എൻ്റെ ഏട്ടൻ്റെ ജീവൻ എടുത്തത് നിങ്ങളുടെ മകനാണെങ്കിൽ പിന്നെ ശിവാനന്ദൻ ഒരു കടുങ്കയും കാണിക്കില്ല. അവനെ ഞങ്ങൾ തീർത്ത് കളയുമെന്ന് ശിവാനന്ദൻ പറഞ്ഞു. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് രഘുവും സുജാതയും. ഇതേ സമയം സാറയും നിത്യയും വിഷ്ണുവിനെ കാണാൻ സാറയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ വിഷ്ണു പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ സാറ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് നിന്നേ. എന്താ ചേച്ചി എന്ന് വിഷ്ണു. ജ്യോതി ഭീഷണിപ്പെടുത്തുന്ന ആളെ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു. നിനക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് സാറ ചോദിക്കുന്നു. അത് ഞാനും മനുവും അത് സംസാരിച്ചു, അല്ലാതെ എനിക്കറിയാം സംശയമൊന്നും എന്ന് വിഷ്ണു. പക്ഷേ ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ടെന്ന് സാറ പറഞ്ഞു. നിന്നെ എന്ന് വിഷ്ണുവിനോട് തന്നെ പറയുകയാണ് സാറ. എന്നെയോ എന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ ആ കൈ നോക്കുകയാണ് സാറ. ഇതെന്താണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്? KSRTC സ്റ്റാൻഡിൽ തുരുമ്പിൽ തട്ടി എന്നല്ലേ? ജ്യോതി ഉപദ്രവിക്കാൻ ഒരാൾ ചെന്നപ്പോൾ ജ്യോതി അയാളുടെ കയ്യിൽ കടിച്ചിരുന്നു. അത് ഈ പാടല്ലേ എന്ന് ചോദിക്കുന്നു. ചേച്ചി എന്തായി പറയുന്നത്? മനുവിനോട് ഫുൾ ടൈം നടന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിഷ്ണു. നീ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നതാടാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്.
നീയൊക്കെ എന്താ കരുതിയത്? ജ്യോതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? എനിക്ക് നിത്യ ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ജീവന്റെ പെരുമാറ്റം നിങ്ങൾക്കറിയാലോ. നിന്നെക്കുറിച്ച് ഞങ്ങൾക്കുള്ള സംശയം ആ മനുഷ്യനോട് പറഞ്ഞാലുണ്ടല്ലോ, പച്ചയ്ക്ക് അയാൾ നിന്നെ കത്തിച്ച് കളയും എന്നെ നിത്യ പറയുമ്പോൾ സാറയോട് പറയുകയാണ് വിഷ്ണു. സാറേച്ചി, ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. തർക്കിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. ഇപ്പോൾ തന്നെ നിന്നെ പിടിച്ചു കൊടുക്കും. അറിയാലോ, ഇപ്പോൾ സ്ത്രീകളെ ഉപദ്രവിച്ചാലുള്ള കേസിന്റെ പോക്ക്. അത് വേണോ എന്നൊക്കെ സാറ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. വിഷ്ണുവിന് മറുപടിയില്ല. മോനെ, നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതാണെങ്കിൽ അത് സമ്മതിക്കേ. ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുതാ. എടാ, അവളൊരു പാവമാണ്. മനുവിനെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സാറ പറയുന്നു, അത് തന്നെയാണ് ഇവന്റെ കുറ്റവും. നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു അല്ലേടാ? വിഷ്ണു പറയുന്നു, അത് പിന്നെ ഞാൻ. സാറ വീണ്ടും പറയുന്നു, മനു അതെന്നോട് പറഞ്ഞു. നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അവനെ വിളിക്കാം. നിത്യ, താൻ സംസാരിക്കും, ഞാൻ മനുവിനെ വിളിക്കുന്നു. സാറേച്ചി വേണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ സാറ പറയുന്നുണ്ട്, വേണ്ട, ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് സാറ ഫോണുമായി അപ്പുറത്തേക്ക് പോകുന്ന സമയം നിത്യ വളരെ സങ്കടത്തോടെ തന്നെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോ? നിങ്ങൾ ഒന്നിച്ച് കാണാൻ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. എന്നിട്ട് എന്തിനാണ് നീ അവനെ ചതിച്ചത്? ജോലി നടക്കുന്ന വഴിക്ക് ഇനി നിന്റെ നിഴൽ പോലും വീഴാൻ പാടില്ല. വീണാൽ ഒന്നിച്ച് കറിക്കത്തി എടുത്ത് മുറുകെ പിടിക്കാനുള്ള ഒരാരോഗ്യം ഇപ്പോഴും എൻ്റെ കൈകൊണ്ട്. എൻ്റെ ജോലി മോൾക്ക് വേണ്ടിയാകുമ്പോൾ ഞാനത് ചെയ്യും. എന്നിട്ട് നിത്യ ഇപ്പോൾ വിഷ്ണുവിന്റെ കൈകളിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതേ സമയത്താണ് ജീവൻ ബാൽക്കണിയിൽ ചായ കുടിക്കാനായി വന്നത്. ജീവൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ട് തന്നെ. നിത്യ ഇതേ സമയം വിഷ്ണുവിനോട് പറയുന്നു, സ്വന്തം ആങ്ങളയിൽ നിന്നും ഒരു തെറ്റ് വന്നാൽ ക്ഷമിക്കേണ്ടവളാണ് ഞാൻ. അങ്ങനെ ചേച്ചി മോനെ കണ്ടോളാം, ഇനി അവളെ ഉപദ്രവിക്കില്ല എന്ന് പറയും. അത് ചേച്ചി എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് നിന്റെ ജീവനും ആപത്താണ്, അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് എന്ന് ഇങ്ങനെ നിത്യ ജീവനോട് പറയുന്നു. ഈ സമയത്താണ് ജീവൻ നിത്യയെ വിഷ്ണുവിനെയും ഒരുമിച്ച് കാണുന്നത്. നീ ചേച്ചിക്ക് വാക്കുതാ എന്ന് പറഞ്ഞ് നിത്യ ഇപ്പോൾ വിഷ്ണുവിന് നേരെ കൈ നീട്ടി. നിത്യയുടെ കയ്യിൽ കൈയടിച്ച് സത്യം ചെയ്തു കൊടുക്കുകയാണ് വിഷ്ണു. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഉണ്ടാകില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അത് കേട്ട് വിഷ്ണുവിന്റെ കയ്യിലും പിടിക്കുകയാണ് നിത്യ. ഇതെല്ലാം ജീവൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, വല്ലാത്തൊരു ദേഷ്യത്തിൽ, ഒരു സൈക്കോ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ നോക്കുകയാണ് ജീവൻ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിത്യ അവിടെ നിന്ന് പോകുന്നു. നിത്യ മടങ്ങി പോവുകയാണ്. ജീവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്തൊരു ഭാവത്തിൽ നടക്കുന്നുണ്ട്. നിത്യ അകത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കുന്നു. ഗേറ്റ് തുറന്ന് നിത്യ അകത്തേക്ക് വരുന്നു. ജീവൻ കാണുന്നുണ്ടെന്നുള്ള കാര്യം നിത്യ അറിഞ്ഞിരുന്നില്ല. നിത്യ അകത്തേക്ക് കയറിയ പടയ ബാൽക്കണിയിൽ നിന്നും നേരെ താഴേക്ക് ചാടിയിട്ട് വളരെ ദേഷ്യത്തോടെ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ ഓടിപ്പോവുകയാണ് ജീവൻ വിഷ്ണുവിനരികിലേക്ക്. അതും ഒരു ഭ്രാന്തനെ പോലെ ഓടുന്നു. ഇതേസമയം വിഷ്ണു പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ജീവൻ ഓടി വിഷ്ണുവിനരികിലേക്ക് വന്ന് നിൽക്കുന്നത്. ബൈക്കെടുത്ത് വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോഴാണ് ജീവൻ അവിടെ വന്ന് നിന്നത്. ആ ഓടി കിതച്ചു വരുന്നതിൻ്റെ ഒരു കിടപ്പ് ആദ്യം. എന്നിട്ട് വിഷ്ണുവിനോട് ജീവൻ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ വാ. എന്താ എന്ന് വിഷ്ണു ചോദിക്കുന്നു. പറയാൻ തിരക്ക് പിടിക്കാതെ നീ വാ എന്ന് ജീവൻ വിഷ്ണുവിനോട് പറഞ്ഞു. ആകെ വിഷ്ണു ഒരു ടെൻഷനോടെ നിൽക്കുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ? ചോദ്യം മാത്രമേ ഉണ്ടാകൂ. അതല്ല എന്നെ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചോദ്യം മാത്രമായിരിക്കില്ല. വാടാ എന്ന് ദേഷ്യത്തോടെ ജീവൻ വിഷ്ണുവിനോട് പറഞ്ഞു. അങ്ങനെ വിഷ്ണു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ടിരിക്കണം. ഒരു വാക്ക് തെറ്റിപ്പോയാൽ നിന്റെ ജീവിതത്തിൽ അത് ബാധിക്കും എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്താടാ നീയും നിത്യയും തമ്മിലുള്ള ബന്ധമെന്ന് ജീവൻ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. പറയടാ, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ജീവൻ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ടെങ്കിലും ജീവൻ വീണ്ടും ചോദിക്കുന്നു, ഇതാണ് ഞാൻ പറഞ്ഞത്, ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമല്ലെങ്കിൽ നിനക്ക് വേദനിക്കുമെന്ന്. അങ്ങനെ ഇപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജീവൻ വിഷ്ണുവിനെ. ആദ്യം കൈ പിടിച്ച് തിരിച്ചിട്ട് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ അമർത്തിപ്പിടിക്കുന്നു. ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുമെന്നും ജീവൻ. ഇപ്പോൾ സാറയുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? വെറുതെ നിന്നതല്ല, കൈകൾ ചേർത്ത് പിടിച്ച് അത് സാറ ചേച്ചിയെ പോലെ തോന്നി. സ്വന്തം പെങ്ങളെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒക്കെ ഒരു മറുപടി ഉണ്ടാകും. പക്ഷേ ചോദിക്കുന്നവരെ പൊട്ടനാക്കുന്ന മറുപടി എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അതിലെ വാസ്തവമാണെന്നും ജീവൻ പറയുന്നു. എന്താണ് നിനക്ക് അവളോട്? അല്ലെങ്കിൽ എന്താണ് അവൾക്ക് നിന്നോട് എന്ന് ജീവൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അത് പറഞ്ഞാൽ ചേട്ടൻ അവരെ ഉപദ്രവിക്കരുത്. പലപ്പോഴും നിത്യേച്ചി ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. എപ്പോഴും നിനക്ക് കാമുകിയുണ്ടോ, കാമുകിയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കും.
ഞാൻ ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ. അപ്പോൾ സംസാരിക്കാത്തത് എന്താണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും. ഞാനൊരു മൂത്ത ഏച്ചി എന്ന നിലയ്ക്ക് അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർ എന്നെ കാണുന്നത് അങ്ങനെയല്ല. എനിക്ക് നിങ്ങളെ വഞ്ചിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. അതും കഴിഞ്ഞ് ജോലിയും കിട്ടി എനിക്ക് തിരിച്ചു പോകണം. അവരോട് ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയണം. ഞാൻ എന്തിനാണ് വെറുതെ ജീവേട്ടൻ്റെ ഭാവിക്ക് കാരണമാകുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ വളരെ ദേഷ്യത്തോടെ ജീവൻ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് ഒന്നുകൂടി വന്ന് ചോദിക്കുന്നു ജീവൻ, നീ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ എന്ന്. വിഷ്ണു പറയുന്നുണ്ട്, സത്യം. അപ്പോൾ പിന്നെ നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് നീട്ടിക്കൊണ്ട് പോവരുത്. ഇപ്പം തന്നെയുണ്ട് ശിക്ഷ എന്നും ജീവൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഏകദേശം ജീവന്റെ ഒരു പകുതി സ്വഭാവത്തിൽ പകുതിയൊക്കെ സ്വഭാവം ഈ വിഷ്ണുവിനുണ്ട്. അവർ എന്നെ ഉപദേശിക്കാൻ വന്നതല്ലേ, അവരനുഭവിക്കട്ടെ എന്ന് വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം ഡോക്ടറിന്റെ അരികിലിരിക്കുകയാണ് സുജാതയും രഘുവും. ജീവനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഡോക്ടറോട് പറയുന്നുണ്ട്. എന്നിട്ട് രഘു ചോദിക്കുന്നു, സാർ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. രഘു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ ജീവൻ ഇപ്പോൾ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലാണ്. അത് ഇനിയും കൂടുതൽ ആവർത്തിക്കാനാണ് സാധ്യത. ഈ മാനസികാവസ്ഥയുടെ പ്രത്യേകത അതാണ്. മറ്റുള്ളവരുടെ പ്രാണവേദന, മരണഭയം ഇതൊക്കെ ആസ്വദിച്ചു തുടങ്ങുന്ന ഒരു പ്രത്യേക അവസ്ഥ. മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വൈകൃതങ്ങളും ഒരുമിച്ച് പുറത്തേക്ക് വരും. ഒരു പക്ഷേ അയാൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്യാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു അപകടവും കൂടി നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേക്കും. അരുത് ഡോക്ടർ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് സുജാത. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഒന്നുകിൽ ഒരു കടുത്ത മാനസിക രോഗി എന്ന നിലയിൽ അയാളെ പൂട്ടിയിട്ട് ചികിത്സിക്കേണ്ടി വരും. ഇനി അയാളെ സ്വതന്ത്രനായി തുറന്നുവിടുന്നത് അപകടമാണ് എന്ന് ഡോക്ടർ. ഞങ്ങൾക്ക് അല്പം കൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ എന്ന് രഘു പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, മിസ്റ്റർ രഘു, എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, പക്ഷേ വികലമായ മനസ്സുള്ള ഒരാളോടാണ് ഇത് പ്രാക്ടിക്കലാക്കാൻ പറയുന്നത്. അത് സാധ്യമാകുമോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാം. ജീവന്റെ മനസ്സിൽ നിങ്ങൾ ആരോടാണോ കൂടുതൽ ശത്രുതയുള്ളത് അയാളോടായിരിക്കും ജീവന്റെ അടുത്ത ടാർഗറ്റ്. ടെൻഷനോടെ രണ്ടുപേരും പരസ്പരം നോക്കി. എന്നാൽ ഇതേ സമയം നിത്യയുടെ മുറിയിലേക്ക് ജീവൻ വരുന്നുണ്ട്. പകുതി ഡോർ ഇങ്ങനെ തുറക്കുന്നു. നിത്യയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടേ നമ്മൾ വിവരമറിയൂ. പക്ഷേ അയാളുടെ മനസ്സിൽ അയാൾ ഇതിൻ്റെയൊക്കെ പ്ലാനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ അവരോട് പറയുന്നുണ്ട്. ഇതേസമയം ജീവനാണെങ്കിൽ കിച്ചണിലേക്ക് വരുന്നു. പിന്നെയും ഡോക്ടർ അവരോട് പറയുന്നു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന അതിക്രൂരമായ ഒരു വയലൻ്റായ ഒരു ക്രിമിനലാണ് നിങ്ങളുടെ മകൻ. അനുവദിച്ചു കൊടുക്കുന്ന ഓരോ സമയവും അയാൾ കൂടുതൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതേസമയം കിച്ചണിൽ നിന്നും ഒരു കത്തി എടുത്തിരിക്കുകയാണ് ജീവൻ. ഡോക്ടർ പറയുന്നതെല്ലാം കേട്ട് ടെൻഷനോടെ സുജാത രഘുവിനോട് പറയുന്നു, രഘുവേട്ടാ, നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോകണം. നിത്യമോള് അവിടെ ഒറ്റയ്ക്കാണ്. സാർ, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ട് സാറിനെ വിളിക്കാം എന്ന് രഘു. ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചോളൂ, പിന്നെ ദുഃഖിക്കേണ്ടി വരരുതെന്ന് ഡോക്ടർ. രഘുവേട്ടവാ, നമുക്ക് പോകാമെന്ന് സുജാത. അങ്ങനെ വളരെ പെട്ടെന്ന് രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന നിത്യയുടെ അരികിലേക്ക് കത്തിയുമായി വന്നിരിക്കുകയാണ് ജീവൻ. ജീവൻ കത്തിയുമായി തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതറിയാതെ ഉറക്കത്തിലായിരുന്നു നിത്യ. വല്ലാത്തൊരു ഭാവത്തിൽ ജീവൻ നിത്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.